എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും ആ പഴയ സ്നേഹമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലോകത്തേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള കാർഡുകൾ ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഈ കാർഡുകളിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും ആ പഴയ സ്നേഹം ഉണ്ടോ എന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും, എത്ര വർഷം കഴിഞ്ഞിട്ട് കണ്ടാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ജനറൽ റീഡിംഗ് ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും ഈ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ കാർഡുകൾ കാണുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോഴും ആ പഴയ സ്നേഹമുണ്ടോ എന്നുള്ള സബ്ജക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ കാർഡ് ക്യൂൺ ഓഫ് കപ്സ് ആണ്. ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീയാണ്, പുരുഷനും ആകാം, സ്ത്രീയാണ് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം സെൻസിലും വരുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീയായിട്ടാണ്. ഇനി സ്ത്രീ സഹജമുള്ള സ്വഭാവമുള്ള ഒരു പുരുഷനും ആകാം, അല്ലെങ്കിൽ സ്ത്രീയുടേതായൊരു സ്വഭാവം ഇപ്പോൾ കാണിക്കുന്ന ഒരു പുരുഷനുമൊക്കെ ആകാം എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്. ഏതായാലും ക്യൂൺ ഓഫ് കപ്സ് ആണ് ആദ്യത്തെ കപ്പ്. വൈകാരികതയാണ് ഇവിടെ നിയന്ത്രിക്കപ്പെടുന്നത്. വൈകാരികമായൊരു ഇഷ്യൂ നിങ്ങൾക്കിടയിലുണ്ടായിരിക്കുന്നു. അതായത് വൈകാരികമായൊരു ഇഷ്യൂ നിങ്ങൾക്കിടയിലുണ്ടായിരിക്കുന്നു. കടലിൻ്റെ തൊട്ടടുത്ത് സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് സത്യത്തിൽ ഈ ആദ്യത്തെ കാർഡിൽ വരുന്നത്. അതായത് ഒരു തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴും മറ്റൊരു തലത്തിലേക്ക് ശ്രദ്ധ പോകുന്നു. അതായത് ഇപ്പോൾ ആ വ്യക്തി, നിങ്ങളുടെ വ്യക്തി നിങ്ങളിപ്പോൾ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ആ വ്യക്തി ഒരു പ്രത്യേക സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ചിന്ത മറുഭാഗത്താണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്, പക്ഷേ ആ വ്യക്തിക്ക് മറ്റൊരു സ്റ്റാൻഡിലേക്ക് മാനസികമായിട്ട് വൈകാരികമായൊരു ആകർഷണം വന്നിരിക്കുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകാം, സാഹചര്യങ്ങളാകാം, മറ്റേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചില സംഭവവികാസങ്ങളാകാം. ആർക്കെങ്കിലും ചിലപ്പോൾ വല്ല ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി, ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ വേറെ ആർക്കെങ്കിലും വല്ല ദുഃഖമോ ദുരിതവും വന്നാൽ അതിലേക്ക് ടെൻഷൻ അടിച്ച് ചിന്തിക്കുന്നതും ആകാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് അപ്പുറത്തേക്ക് വൈകാരികമായ ഒരു ആകർഷണം ഉണ്ടായിരിക്കുന്നു. അത് സംഭവങ്ങളിലേക്കാകാം, വ്യക്തികളിലേക്കാകാം, എന്തുമാകാം. എന്തായാലും അവരെ ആകർഷിക്കപ്പെടുന്ന മറ്റൊന്നിലേക്കോ പോകുവാനായിട്ട് അവരിതുവരെയും തയ്യാറെടുത്തിട്ടില്ല. മാനസികമായിട്ട് ഇതുവരെയും തയ്യാറെടുത്തിട്ടില്ല. അവരുടെ മനസ്സിൽ ചില ചിന്തകൾ മാത്രം വരുന്നു. ചില വൈകാരികമായ ചിന്തകൾ അതിര് കടന്നു പോകുന്നു, അല്ലാതെ അവർ അതിലേക്ക് പോയിട്ടില്ല. അവരുടെ മനസ്സിൻ്റെ താക്കോൽ ഇപ്പോഴും അവരുടെ അടുത്ത് തന്നെയാണ്. അവരുടെ മനസ്സ് പോയിട്ടില്ല. പക്ഷേ അവരുടെ മനസ്സ് പോയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിലെ ചിന്തകൾ പോയിരിക്കുന്നു. ചിന്തകൾ അങ്ങോട്ട് പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ അപ്പുറത്തുണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്ത്രീ ആയാലും ശരി, നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് ചിലരോട് അനുകമ്പയുണ്ട്, സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അത് മുഖം തിരിച്ചു പോകാൻ കഴിവില്ലാത്തൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളുടെ വ്യക്തി. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, മറ്റുള്ളവരോട് കമ്മിറ്റ്മെൻറ്റ്, ഏറ്റെടുത്തതിനോട് ഉത്തരവാദിത്വം, അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് നമുക്ക് കാണേണ്ടി വരും. മറ്റുള്ളവരോട് ആത്മസ്നേഹവും അനുകമ്പയും കൂടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പലപ്പോഴും അത് ആ വ്യക്തിക്ക് വിനയായിട്ട് വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, ഇങ്ങനെ ഇത് കൂടിക്കൂടി ഉള്ളതിനാൽ ആ വ്യക്തിക്ക് അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
പലപ്പോഴും മറ്റുള്ളവരോടുള്ള സ്നേഹവും അനുകമ്പയും കാരണം ഒരു തരത്തിലുള്ള സ്വന്തം കാര്യം നോക്കാനായിട്ട് പരാജയപ്പെടുന്നു. അതായത് ഹൃദയത്തിന് ആർദ്രതയുള്ളൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ മൃദുവായും സൗമ്യമായും സംസാരിക്കുക, പക്വമായി സംസാരിക്കുക, വളഞ്ഞ വഴി അറിയില്ല, അങ്ങനൊരു വ്യക്തിയാണ്. ഹൃദയത്തിലെ വല്ലാതെ ഹൃദയം അലയടിക്കുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്. 7 വാളുകളുമായി നിൽക്കുന്ന മറ്റൊരു കാർഡാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഒരു ടെൻഷൻ മനസ്സിലുണ്ട് ആ വ്യക്തിയുടെ. ഇപ്പോൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു നഷ്ടബോധം മനസ്സിലുണ്ട്, മോശമായൊരു മാറ്റം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഒരു തർക്കത്തിൻ്റെയോ വഴക്കിൻ്റെയോ ഒരു തലത്തിലേക്ക് ആ മനസ്സ് പോകുന്നു. എവിടെയോ ഒരു നഷ്ടം ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ടായിരിക്കാം. ഈ നഷ്ടം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയും ആ വ്യക്തിയിൽ വരാം, അങ്ങനെ ഒരു നഷ്ടം വരാം. ഏതായാലും സംഘർഷഭരിതമാണ് ആ വ്യക്തിയുടെ മനസ്സ്. വെല്ലുവിളികൾ ആ വ്യക്തി ഏറ്റെടുക്കുന്നു. വെല്ലുവിളികൾ ആ വ്യക്തിക്ക് എതിരായിട്ട് സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു തരത്തിലേക്ക് ആ വ്യക്തി വരുന്നുണ്ട്. ആ വ്യക്തിയുടെ ശക്തി ക്ഷയിക്കുന്നു. ആരെങ്കിലും ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. ഒരുപക്ഷെ അത് വെറും തോന്നൽ മാത്രമായിരിക്കാം. വിജയം അകലെയാണ്, തനിക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല, തൻ്റെ പരിഗണനകളൊക്കെ പോകുന്നു, തന്നെ സ്നേഹിക്കുന്ന ആൾ തന്നെ സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചില ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. മനസ്സിലുള്ള പ്രണയം വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിന്, ഇഷ്ടത്തിന്, സ്നേഹത്തിന്, ആകർഷണത്തിന് ഒരു വെല്ലുവിളി ഉണ്ടായിരിക്കുന്നു. ആ വെല്ലുവിളികളെ തനിക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ആ വ്യക്തിക്കുണ്ട്. ഇപ്പോൾ കരിയർ ബേസിൽ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള സാമ്പത്തികമോ അല്ലാതായ കാര്യങ്ങൾ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള തോന്നൽ. പ്രതിസന്ധി ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നു. ആ തോന്നലാണ് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നത്. ആ തോന്നലാണ് ആ വ്യക്തിക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ മനസ്സിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു സംഘർഷാവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്യുന്നുണ്ട് സത്യത്തിൽ. അടുത്ത കാർഡായിട്ട് വരുന്നത് കിങ് ഓഫ് സ്വാർഡാണ്, വാളുകളുടെ രാജാവ്. എന്താണ് നമുക്കിവിടെ നോക്കാനുള്ളതെന്ന് നോക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് ഇപ്പോഴും എന്താണ് കാര്യങ്ങളെന്നും എന്താണ് സംഭവവികാസമെന്നും അറിയാനുള്ള യുക്തി നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാലത്ത്, നിങ്ങളുമായി നല്ല ബന്ധത്തിൽ പോയിരുന്ന കാലത്തുള്ള അതേ ബുദ്ധി തന്നെയാണ്, അതേ വ്യക്തത തന്നെയാണ്, അതേ അധികാരങ്ങൾ തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ വ്യക്തിയുടെ ഊർജ്ജം നഷ്ടപ്പെട്ടിട്ടില്ല. ചിന്തകൾ പല വഴിക്കും പോകുന്നതല്ലാതെ ഈ വ്യക്തിക്ക് വെല്ലുവിളികൾ നേരിടാനും തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കാനുള്ള ശക്തി ഉണ്ട്. നമ്മളൊരിക്കലും ആ വ്യക്തിയെ ചെറുതായിട്ട് കാണണ്ട. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു, അതൊന്നുമില്ല. ചിന്തയിലേക്ക് പല കാര്യങ്ങളും മാറി മാറി വരുന്നു. ചിന്തകൾ വഴിവിട്ടു പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഏത് സാഹചര്യവും നീതിയുക്തവും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നഷ്ടപ്പെട്ടിട്ടില്ല. സത്യവും തത്വവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല. എപ്പോഴും എല്ലാത്തിൻ്റെയും കടിഞ്ഞാൺ ഈ വ്യക്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. മാത്രമല്ല ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്ത പോകുന്നത് താൽക്കാലികമായിട്ടാണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചിന്ത അല്ല അത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഉള്ളപ്പോഴും സ്നേഹത്തിന് യാതൊരു തരത്തിലുള്ള കുറവില്ലാത്തപ്പോഴും മനുഷ്യനാണല്ലോ, മനുഷ്യൻ്റെ ചിന്താഗതിയിൽ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റു കാര്യങ്ങളിലേക്ക് അകപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഉദ്യാനത്തിലെ ഒരു തോട്ടക്കാരൻ വിശ്രമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഈ 7 ഓഫ് പെൻറ്റക്കിൾസിൽ കാണാം. 7 ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിങ്ങളുടെ ഒരു കാർഡ് വന്നിരിക്കുന്നത് അതാണ്. അതായത് ഒരു ഉദ്യാനത്തിൽ വിശ്രമിച്ച് നിൽക്കുന്ന ഒരു തോട്ടക്കാരനെ പോലെ നമുക്ക് അത് ചിന്തിക്കാം. അല്ലെങ്കിൽ ഉദ്യാനത്തിൽ വിശ്രമിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആയിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം. അതായത് നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, ദീർഘകാലമായ ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്നു, ദീർഘകാലമായ ഉദ്ദേശത്തോടു കൂടി ഒരാളെ സ്നേഹിക്കുന്നു, ദീർഘകാല ഉദ്ദേശത്തോടു കൂടി ഒരാളുമായിട്ട് ജീവിക്കുന്നു. അതിനിടയിൽ
ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരു ചിന്ത കയറി വരുന്നു. ആ ചിന്തയ്ക്ക് ഒരു പ്രാധാന്യവുമില്ല. ആ വ്യക്തി സ്വപ്നം കാണുന്നത് ദീർഘകാലമായി നിങ്ങളോടൊപ്പം ഉള്ള ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് താൽക്കാലികമായൊരു തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ആശ്വാസ്യമായ സംഭവം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹം പെർമനൻ്റായിട്ട് കുറയുന്നില്ല. ഇത് നമ്മുടെ മൈൻഡ് റീഡിങ്ങിൻ്റെ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ്. അതായത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം കുറയുന്നില്ല, താൽക്കാലികമായൊരു വിരാമം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് കുറയുന്നില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത കാർഡിലേക്ക് നാം പോകുമ്പോൾ ആ വ്യക്തിയുടെ നിഷ്കളങ്കതയും സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതവും ആ വ്യക്തിയുടെ സാഹസികതയും ആ വ്യക്തിയുടെ ജീവിതയാത്രകളും അതിൽ ആ വ്യക്തിക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരങ്ങളും ആ വ്യക്തി ശ്രദ്ധിക്കാതെ ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോഴുള്ള ജീവിതത്തിൽ പറ്റിയ ചില കയ്യബദ്ധങ്ങളും എപ്പോഴും ആദർശത്തോടെയും യുക്തിബോധത്തോടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാം. വയസ്സായാൽ പോലും മനസ്സിൽ യുവത്വമുള്ളൊരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥയെ സ്നേഹിക്കുന്നു. ഒന്നിനോടും ആർത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനോടും ഒരു പ്രത്യേക കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ ആ വ്യക്തി കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളോട് കൂടുതൽ ഇഴകിച്ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹവും ബന്ധവും ഒക്കെ ഒരു കണ്ണടഞ്ഞ പ്രണയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബന്ധങ്ങളിൽ ചില തരത്തിലുള്ള തെറ്റുകൾ ആ വ്യക്തിക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ആ വ്യക്തിയും ഒരുപക്ഷെ നിങ്ങളും ഒരു അനാവശ്യ പ്രണയമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുക. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രണയിക്കേണ്ടവരല്ലായിരുന്നു. ഈ പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്നത് പോലെ എന്താ പറയുക, കണ്ണും മൂക്കും ഇല്ലാതെ, കണ്ണ് തുറന്ന് നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ നിങ്ങൾ അടുത്തതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ രണ്ടുപേർക്കും സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം നിങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രണയം അല്ലായിരുന്നു. അതായത് യഥാർത്ഥ പ്രണയമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ആളെ നോക്കി ഒരു അറേഞ്ച്ഡ് പ്രണയം അല്ലായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ പ്രണയിക്കണമെന്ന് തോന്നി പ്രണയിച്ചു. ഒരു മുൻധാരണയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രണയിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മറ്റു ചില സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നത്. അങ്ങനെ ഒരു സാഹചര്യം രണ്ടുപേരുടെ ജീവിതത്തിലുണ്ട് എന്ന് കരുതി പ്രണയിക്കുന്നില്ല എന്നല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് പഴയ പ്രണയം ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പ്രണയത്തിന് മാറ്റമില്ല. സാഹചര്യങ്ങൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മാറ്റമില്ല. നിങ്ങൾ ഏത് സാഹചര്യത്തിലും പ്രണയിക്കാനും സ്നേഹിക്കാനും ഒന്നാകാനും തയ്യാറാണ്. ഈ മാറ്റങ്ങൾ ചുറ്റുവട്ടത്തും മാറിയപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അപഗ്രഥിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലാതെ നിങ്ങളുടെ പ്രണയത്തിൽ മോശമില്ല. പ്രണയം എപ്പോഴും ഇങ്ങനെയാണ്. പ്രണയം ഈ കോൺക്രീറ്റ് ചെയ്ത പോലെ ഒരേ ദിശയിൽ പോകുന്നതൊന്നുമല്ല. അത് അങ്ങോട്ട് ചായുക ഇങ്ങോട്ട് ചായുക, അത് മനസ്സിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ്. മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു കണ്ണാടി പോലെ അത് പല സാഹചര്യങ്ങളെ അത് പ്രതിബിംബം ആയിട്ട് കാണിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അന്നുണ്ടായ സ്നേഹം ഇപ്പോൾ ഉണ്ടാവുമെന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ ചിന്തകളാണ് മാറിയത്. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ചിന്തകളാണ് മാറിയത്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. സാഹചര്യങ്ങൾ മാറി, ഓരോ സാഹചര്യങ്ങളും മാറി. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രണയം കുറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങളുടെ തോന്നലുകളാണ്. വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഈ ബോറടിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ ഊർജ്ജസ്വലതയോടെ നിങ്ങൾ എത്തുന്നു. കൂടുതൽ അവസരങ്ങൾ നിങ്ങൾ കിട്ടുന്നു. നിങ്ങൾക്ക് മുതലെടുക്കാൻ കഴിയുന്ന, പ്രണയാർദ്രമായി മുതലെടുക്കാൻ കഴിയുന്ന കൂടുതൽ അവസരങ്ങൾ അതിലേക്ക് നിങ്ങൾ എടുത്തു ചാടുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങളുടെ പ്രണയത്തിൻ്റെ സത്യസന്ധത കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വൈകാരികമായി പ്രണയത്തിലേക്ക് ചില മുന്നേറ്റങ്ങൾ നടത്തും. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കും പരസ്പരം. ഇത്രയും നാളത്തെ പോലെ ബോറടിപ്പിക്കുന്ന രീതിയിലല്ല. നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെടും. നിങ്ങൾ ആവേശത്തോടെ പ്രണയിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ധീരമായ പ്രണയവും ഏകാഗ്രമായ പ്രണയവും നിങ്ങളുടെ വാക്കുകളിലും അർത്ഥങ്ങളിലും ഏകാഭിപ്രായമായിട്ട് നിങ്ങൾ മാറും. പ്രണയം പൂർണ്ണതയിലെത്താൻ പോകുന്നു. നിങ്ങൾ ഇനി മുന്നും പിന്നും നോക്കാതെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ജീവിതത്തിൽ
പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു. മാത്രമല്ല, അവസാനം വന്നിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാർഡാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ടെന്നും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നും, നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങളൊരു ആത്മമിത്രമാകാം, സ്നേഹമാകാം, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാകാം, നിങ്ങൾ പങ്കാളിത്തത്തുള്ള നിങ്ങളുടെ ഒരു ഷെയർ ഹോൾഡർ ആകാം, അല്ലെങ്കിൽ ഒരു പങ്കാളിയാകാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു. ശാരീരിക ബന്ധം ഉണ്ടാകാം, നിങ്ങൾ തമ്മിൽ പ്രണയാർദ്രമായ ബന്ധമാകാം. വലിയ തരത്തിലുള്ള ആത്മ അടുപ്പവും ശാരീരിക അടുപ്പവുമുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളിപ്പോൾ സ്നേഹം കുറയുകയാണെന്നൊക്കെ ചിന്തിച്ചു, പക്ഷേ ഐക്യത്തോടെ പോകുന്ന, പരസ്പരം ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയിനികൾ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ മികച്ച സുഹൃത്തുക്കളാണ്. സ്വയം സന്തുലിതാവസ്ഥ നിങ്ങൾ കണ്ടെത്തും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്നേഹം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായ ധാർമ്മികത പുലർത്തുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ പ്രണയത്തിന് വലിയ സ്ഥാനമാണ് ഇപ്പോഴും ഉള്ളത്. പരസ്പരം പ്രണയിക്കാനുള്ള ഒരു നല്ല മനസ്സിപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പ്രണയം കുറയുന്നുണ്ടെന്നുള്ള ചിന്ത അസ്ഥാനത്താണ്. യഥാർത്ഥത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ളത് ഒരു മൈൻഡ് റീഡിങ്ങിലൂടെ കൃത്യമായി പറയുമ്പോൾ സ്നേഹം കുറയുന്നില്ല. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങളാണ്. പക്ഷേ ഇനി വരാനിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒരിക്കലും പിരിയാത്ത, ഒരിക്കലും സ്നേഹം കുറയാത്ത രണ്ട് വ്യക്തികളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകും. കാര്യങ്ങളിലും തീരുമാനങ്ങളിലും ഇഷ്ടങ്ങളിലും ഐക്യം ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. അങ്ങനെ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത്. നിങ്ങളുടെ ഈ കാർഡ്, നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കുമ്പോഴും അത് നിങ്ങളുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു റീഡിങ്ങുമായിട്ട് ഇനിയെത്താം.